ഗായ്സ് നമുക്കിന്ന് വീട്ടിൽ പോകാൻ വൈകിട്ട്. അപ്പോൾ നമുക്ക് രാവിലെ കോളേജ് ഉണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ കോളേജിൽ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ സീനിയേഴ്സ്, അതായത് ഇറങ്ങുന്ന ബാച്ച്, ഞങ്ങൾക്കൊന്ന് വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ടീഷർട്ടും ഈ പാൻറ്റുമാണ് ഇട്ടിരുന്നത്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ അപ്പാർട്ട്മെൻ്റ് അടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പം നമുക്കവിടെ കുറേ ജോലികൾ ചെയ്തിട്ടേ ഇറങ്ങാൻ പറ്റും. അതായത് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് അണയ്ക്കുക, ഗ്യാസ് ഓഫ് ചെയ്യുക, കുറ്റിയിടുക, ഇത്ര നമ്മൾ ചെയ്തിട്ടാണ് ഇറങ്ങാം. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് ഈദിൻ്റെ ലീവായിട്ട് വിടുവാണെന്നാണ്. പക്ഷേ ഞങ്ങൾ ആക്ച്വലി ഈദിൻ്റെ ലീവായിട്ട് വിടുവല്ല, ഈ ഗ്യാസൊക്കെ തീരാറായല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരാഴ്ച ലീവ് തന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ലീവ് ഈദിനോ, കഴിഞ്ഞ വട്ടം നമുക്കിങ്ങനെ ലീവ് പോലും കിട്ടില്ല, ഒരു ദിവസം കൊണ്ടേ തന്നോളൂ. അപ്പം നമുക്ക് ആ ഒരു ഗുണം കൊണ്ട് ഒരാഴ്ച നമുക്ക് ലീവ് കിട്ടി. അപ്പോൾ ആസ് യൂഷ്വൽ ഇതാണ് മുത്തപ്പൻ്റെ അമ്പലം. ഞങ്ങൾ ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോൾ ബസ് ഇന്നില്ല. അത് ഞങ്ങൾ ഓരോ ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് ആദ്യം ഫുഡ് അടിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ ആ ഒരു പൈനാപ്പിൾ ജ്യൂസ്, ഇത് ലക്നോ ഗ്രിൽഡ് പൊറോട്ട, പിന്നെ ഇത് ലോഡഡ് ഫ്രൈസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കൊത്തു പൊറോട്ടയുടെ ടേസ്റ്റ് പോലും തോന്നിയില്ല. പിന്നെ അതിന് ട്രെയിനിൽ ഇരുന്ന് ജനറൽ ഇരുന്ന് ബോറടിക്കണമെന്ന് വെച്ചാൽ ഞാൻ യാൺ മേടിച്ചു ക്രോഷ്യ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ എൻ്റെ കിൻഡർ ജോയ് മേടിച്ചു. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇരുന്ന് ഫിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കാണ് രസം. ജനറലിൽ കാല് കുത്താൻ പോയിട്ടൊന്നും കയറാൻ പോലും പറ്റിയില്ല. ഞങ്ങളതുകൊണ്ട് നേരെ ഓടി സ്ലീപ്പറിൽ കയറി. സ്ലീപ്പറിൽ കയറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും TTRനെ പിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങൾ ഒരു സീറ്റിൽ കയറി കിടന്നു. എന്നിട്ട് നാടെത്താനായപ്പോൾ എടുത്ത വീഡിയോയിൽ ലാസ്റ്റ് ഞങ്ങൾ സർവൈവ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞ അവസാനം ഈ ഒരു ബോർഡ് കണ്ടില്ലേ, ആ ബോർഡ് കണ്ടപ്പോഴാണ് സമാധാനമായത്. ഞങ്ങൾ ഏതോ ഒരു സീറ്റിലല്ല കയറി കിടന്നത് കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ സീറ്റിലാണ് കയറി കിടന്നത്. അവസാനം ഓട്ടയും വിളിച്ച് വീട്ടിൽ